الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്ക് ഇനി സൂറത്ത് യൂനിസിലെ 13-14 പെട്ടെന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أهلكنا القرون من قبلكم لما ظلموا وجاءتهم رسلهم بالبينات وما كانوا ليؤمنوا كذلك نجزي القوم المجرمين. ثم جعلناكم خلائف في الأرض من بعدهم لننظر كيف تعملون. വലഖദ് തീർച്ചയായും അഹ്ലക്ന അൽ ഖുറൂന അഹ്ലക്ന നാം നശിപ്പിച്ചു അൽ ഖുറൂന തലമുറകളെ മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് ലമ്മ ളലമു അവർ അക്രമം ചെയ്തപ്പോൾ അവർ അന്യായം ചെയ്തപ്പോൾ വ ജാഅത്ഹും അവർക്ക് വന്നിട്ടുണ്ട് റുസുലുഹും അവർക്കുള്ള ദൂതന്മാർ ബിൽ ബയ്യിനാത്തി തെളിവുകളുമായി സ്പഷ്ടമായ തെളിവുകളുമായി വമാ കാനൂ ലിയുഅ്മിനൂ അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല. കദാലിക അപ്രകാരം നജ്സി അൽ ഖൗമൽ മുജ്രിമീൻ കുറ്റവാളികളായ ജനതക്ക് നാം പ്രതിഫലം നൽകുന്നു. സുമ്മ ജഅൽനാക്കും പിന്നെ നാം നിങ്ങളെ നിശ്ചയിച്ചു ഖലായിഫ പിൻഗാമികളായി അല്ലെങ്കിൽ പ്രതിനിധികളായി ഫിൽ അർളി ഭൂമിയിൽ മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ള പ്രതിനിധികളായി അല്ലെങ്കിൽ അവരുടെ ശേഷം ജീവിക്കാനുള്ള തലമുറകളായി പിൻഗാമികളായി നാം നിങ്ങളെ നിശ്ചയിച്ചു. ലിനൻളുറ എന്നിട്ട് നമ്മൾ നോക്കുന്നതിന് നിരീക്ഷിക്കുന്നതിന് കൈഫ തഅമലൂൻ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്നുകൂടെ അർത്ഥം പറയാം. വലഖദ് അഹ്ലക്ന അൽ ഖുറൂന സമുദായങ്ങളെ തലമുറകളെ നമ്മൾ നശിപ്പിച്ചു മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പ് ലമ്മ ളലമു അവർ അക്രമം ചെയ്തപ്പോൾ വ ജാഅത്ഹും റുസുലുഹും അവർക്കുള്ള ദൂതന്മാർ അവർക്ക് വന്നു ബിൽ ബയ്യിനാത്തി സ്പഷ്ടമായ തെളിവുകളുമായി വമാ കാനൂ ലിയുഅ്മിനു അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല. കദാലിക നജ്സി അൽ ഖൗമൽ മുജ്രിമീൻ മുജ്രിമുകളായ കുറ്റവാളികളായ ജനതക്ക് നാം ഇപ്രകാരമാണ് പ്രതിഫലം നൽകുക. സുമ്മ ജഅൽനാക്കും പിന്നെ നാം നിങ്ങളെ നിശ്ചയിച്ചു ഖലായിഫ ഫിൽ അർദി ഭൂമിയിലെ പ്രതിനിധികളായി അല്ലെങ്കിൽ ഭൂമിയിലെ പിൻഗാമികളായി മിൻ ബഅദിഹിം അവർക്കു ശേഷം ലിനൻളുറ നാം നിരീക്ഷിക്കുന്നതിന് നാം നോക്കുന്നതിന് കൈഫ തഅമലൂൻ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. ഖുർആൻ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഓരോ പ്രാവശ്യം ഓർമ്മിപ്പിക്കാറുണ്ട്. ഞാനൊരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാം. ഖുർആൻ നമ്മൾ ഉൾക്കൊള്ളണം, നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അബ്ദുല്ലാഹിബ്നു ഹുദൈഫ റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാനി നമ്മൾ പറയാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ ഞാൻ രാത്രി നമസ്കാരത്തിന് നിന്നു. തഹജ്ജുദ് നമസ്കാരം നമുക്കറിയാലോ, കുറച്ചു കാലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചിരുന്നല്ലോ, ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരം. എന്നിട്ട് ആളുകൾ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടിയായി, ഇത് ഫർളാക്കിയാലേ എൻ്റെ ഉമ്മത്തുകൾക്ക് ഇത് പ്രയാസം ഉണ്ടാക്കും. കാരണം ദീർഘമായ നിസ്കാരമാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അപ്പോൾ ഇത് അള്ളാഹു ഫർളാക്കിയാൽ പിന്നെ ഉമ്മത്തുകൾക്കത് വളരെ പ്രയാസമാകും എന്നുള്ള നിലയ്ക്ക് പിന്നെ അദ്ദേഹം പള്ളിയിലേക്ക് വരൽ നിർത്തുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണ് ഉണ്ടായത്. അത് ചരിത്ര സംഭവമാണ്, നമുക്കൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടാകും. അങ്ങനെ ഒരിക്കൽ അബ്ദുല്ലാഹിബ്നു ഹുദൈഫത്തുൽ യമാനി പറയാൻ റളിയല്ലാഹു അൻഹു, ഞാൻ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ലൈലത്തിന് ഒരു രാത്രി നമസ്കാരമാണ്. ഫഫ്തഹ അൽ ബഖറ അദ്ദേഹം ഫാത്തിഹ സൂറത്ത് ഓതി കഴിഞ്ഞിട്ട് പിന്നെ അൽ ബഖറ ഓതി. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു 100 ആയത്തൊക്കെ ഓതിയ അദ്ദേഹം
റുക്കൂ ചെയ്യുമായിരിക്കും എന്ന്. അത്രയ്ക്കല്ലേ ഓതുള്ളൂ. അൽബക്കറ നീണ്ട സൂറയല്ലേ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആലു ഇമ്രാനും നിസാവും ഓതി. ഹദീസിൽ വന്നിരിക്കുന്നത് നിസാവും ആലു ഇമ്രാനും ഓതി എന്നാണ്. അപ്പോഴും ഞാൻ ഒരു സൂറ തുടങ്ങുമ്പോൾ വിചാരിക്കില്ല ഈ സൂറയും കൂടി ഉണ്ടാവും. അൽബക്കറ നൂറുങ്ങ നിർത്താത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത്, അൽബക്കറ ഓതിയ റുക്കൂ ചെയ്ത് റക്അത്ത് അവസാനിപ്പിക്കുമെന്ന്. വൃത്തിയില്ല. അദ്ദേഹം സൂറത്തു നിസാവ് തുടങ്ങിയെന്നാണ് പിന്നെ ഹദീസിൽ വരുന്നത്. അതും ഓതിക്കഴിഞ്ഞു. എന്നാൽ അത് ഓതിയിട്ട് നിർത്തുന്നിരുന്നു, എന്നാൽ റുക്കൂ ചെയ്യാമെന്ന്. അതും ഉണ്ടായില്ല. ആലു ഇമ്രാനും ഓതി. ഇങ്ങനെ അൽബക്കറയും ആലു ഇമ്രാനും നിസാവും ഒരു റക്അത്തിൽ ഏകദേശം 662 ആയത്തുണ്ട്. 5 ജുസ്ഇലധികം വരും ഒരു റക്അത്തിൽ. എന്നിട്ട് അദ്ദേഹം ഓതുന്നത് എങ്ങനെയാണ്? വെറുതെ ഇങ്ങനെ ഓതി പോവുകയല്ല. അദ്ദേഹം ഫഖറഅഹ മുതറസ്സിലൻ, അതാണ് പ്രധാനപ്പെട്ട വിഷയം. നിർത്തി ഓതുകയാണ്. പദങ്ങളൊക്കെ വേറിട്ട് ഉച്ചരിച്ച് നിർത്തി സാവകാശം. ഇതാ മറബി ആയത്തിൻ ഫിഹ തസ്ബീഹുൻ സബ്ബഹ, തസ്ബീഹിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ വാഴ്ത്തുന്നതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു സൂക്തമാണെങ്കിൽ റസൂൽ തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹ് തുടങ്ങിയ തസ്ബീഹ്. വഇദാ മറബി ആയത്തി സുആലിൻ സഅല, അള്ളാഹുവിനോട് ചോദിക്കേണ്ട എന്തെങ്കിലും ആയത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കും. ചിലപ്പോൾ കാരുണ്യമായിരിക്കും, ചിലപ്പോൾ സ്വർഗമായിരിക്കും, ചിലപ്പോൾ ഈമാനായിരിക്കും, ചിലപ്പോൾ നരകത്തിൽ നിന്നുള്ള രക്ഷ തേടലായിരിക്കും, കപടവിശ്വാസികളിൽ പെടാതിരിക്കുന്നതിനുള്ള രക്ഷ തേടലായിരിക്കും. ഇങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ചോദിക്കും. വൈദാ മറബി തഅവ്വുദിൻ, കാവലിനെ ചോദിക്കേണ്ട അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചോ അതുപോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ പരാമർശിക്കുന്ന ആയത്ത് ഓതുമ്പോൾ തഅവ്വദ, കാവലിനെ ചോദിക്കും. സുമ്മറക്ക, അങ്ങനെ 662 ആയത്ത് ഓതിക്കഴിഞ്ഞിട്ട് റുക്കൂ ചെയ്യും നിസ്കാരത്തിൽ. അപ്പോൾ എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആരാധനകളൊക്കെ നമുക്ക് പാഠമാണല്ലോ. അങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന്. ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു പദവിയിലേക്കും ദർജയിലേക്കും നമ്മൾ എത്തൂല എന്ന് വെക്കുക. എന്നാലും ഓതുണ വിഷയം എന്താണെന്ന് അറിഞ്ഞ് ആയതിനനുസരിച്ചുള്ളൊരു പ്രതികരണം നമ്മിൽ നിന്നുണ്ടായിട്ട് ഖുർആൻ ഓതണം എന്നൊരു പാഠം നമുക്കതിൽ നിന്ന് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മുടെ ബുദ്ധിക്കും കഴിവിനും അനുസരിച്ചൊക്കെ മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നോദി വെച്ച് ഞാൻ ചെറിയ വിധത്തിലൊന്ന് വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതിൽ ആരോടാണ് നേർക്കുനേരെ ഇത് പറയുന്നത്? ഖുറൈശികളോടാണ് നേർക്കുനേരെ പറയുന്നത് അല്ലേ. വലഖദ് അഹ്ലക്നൽ, റസൂല് നേരെ ഓതി കേൾപ്പിക്കുകയാണല്ലോ. ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഖുർആൻ ഒരു ലേഖന സമാഹാരമല്ല. അള്ളാഹു ഒരു ലേഖനം ഇങ്ങനെ കൊടുത്തിട്ട് അത് വായിച്ച് കേൾപ്പിക്കുക അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. അള്ളാഹു ഒരു പ്രഭാഷണം, ഒരു പ്രസംഗം, നേർക്കുനേരെ കാര്യങ്ങൾ പറയുക, അത്തരത്തിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആൻ ഒരു പ്രഭാഷണമാണ്, നേർക്കുനേരെ അപ്പക്കപ്പളെ കാര്യങ്ങൾ പറയുക. അപ്പോൾ അതാണ് ഇവിടെ വലഖദ് അഹ്ലക്, നേർക്കുനേരെ പറയാം. നാം നിങ്ങൾക്ക് മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. കർണ് എന്നുള്ള വാക്കിന് നൂറ്റാണ്ട് എന്നർത്ഥമുണ്ട്, തലമുറ എന്നർത്ഥമുണ്ട്, കൊമ്പ്, ആടിൻ്റെയൊക്കെ കൊമ്പിന് കർണ് എന്ന് പറയും. അതിൻ്റെ ബഹുവചനമാണ്. ഈ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കും. ഇവിടെ ഖുറൂൻ എന്ന തലമുറകളെ നാം നശിപ്പിച്ചു. ഏതൊക്കെ മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ്. അതിൽ നമുക്കറിയാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം മുതൽക്ക് കുറേ കഥകൾ നമുക്കറിയാം. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത, ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത, സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത, ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ ജനത, ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനത, മൂസ നബി അലൈഹി സ്വലാമയുടെ പ്രബോധിതരായിരുന്ന ഫിർഔനും സഖാവും, ഇവരൊക്കെ നശിപ്പിക്കപ്പെട്ട ചരിത്രം വരെ ഏകദേശം നമുക്കറിയാമല്ലോ. അതാണ് വലഖദ് അഹ്ലക്നാൽ ഖുറൂന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. വെറുതല്ല, ലമ്മ ലലമു, അവർ അക്രമം ചെയ്തപ്പോൾ, നാശത്തിന് അർഹത അവർ സ്വയം, നമ്മൾ പറയില്ല നാശത്തിൻ്റെ കുഴി തോണ്ടി, അങ്ങനെ സ്വയം നാശത്തിൻ്റെ കുഴി തോണ്ടിയപ്പോൾ അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. നാശം അനിവാര്യമാക്കുന്ന, ശിക്ഷ അനിവാര്യമാക്കുന്ന നിലപാട് അവരിൽ നിന്ന് നിരന്തരമുണ്ടായപ്പോൾ അല്ലാഹു തആല അവരെ പിടികൂടിയതാണ്. വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബലിക്കും ലമ്മാ ളലമൂ, ളുൽമു ചെയ്തപ്പോൾ. വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, അവർക്ക് തെളിവുകളുമായി ദൂതന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഷുഐബ് നബി നമുക്ക് സാലിഹ് നബി അലൈഹി സ്വലാമയുടെ തെളിവ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. മറ്റുള്ളവർക്കൊക്കെ അതാത് കാലത്തുണ്ടായിരുന്ന തെളിവുകളുണ്ട്, ന്യായങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട് പ്രവാചകനാണെന്നുള്ളതിന്. അതൊക്കെയുമായി നാം ദൂതന്മാരെ നിയോഗിച്ചു.
വമാ കാനൂ ലിയുമിനൂൻ, എന്നിട്ടൊന്നും അവർ വിശ്വസിക്കുന്നവരായില്ല. എല്ലാവിധ തെളിവുകളും ന്യായങ്ങളും പൂർത്തീകരിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ പ്രവാചകന്മാർ ശ്രമിച്ചിട്ടും അവരാരും വിശ്വസിക്കാൻ സന്നദ്ധരായില്ല. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് നാം അത്തരത്തിലാണ് പ്രതിഫലം നൽകുക. പ്രവാചകന്മാർ നേർക്കുനേരെ വന്നിട്ടുള്ള ജനതക്ക് അവരൊരു തരത്തിലും പലവിധ തെളിവുകൾ അള്ളാഹു നൽകിയിട്ടും ഒരു തരത്തിൽ അത് അംഗീകരിക്കാൻ സന്നദ്ധരല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അള്ളാഹു താല അവരെ നശിപ്പിക്കും. അത് പ്രവാചകന്മാർ ചിലപ്പോൾ അവരോട് തന്നെ പറയുകയും ചെയ്യും, നശിപ്പിക്കപ്പെടും. എന്നിട്ട് അവർ ചോദിക്കും, എന്താ ഞങ്ങൾ നശിപ്പിക്കപ്പെടാത്തത്? അങ്ങനെ അഥവാ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. അല്ലാതെ അള്ളാഹുവിന് അവരെ ശിക്ഷിക്കുന്നതിനൊരു ഭയം ഉണ്ടായിട്ട് വലാ യഖാഫു ഉഖ്ബാഹ, നമ്മൾ സൂറത്തു ഷംസിൻ്റെ അവസാനം അതിലില്ലേ, അള്ളാഹുവിന് എന്ത് വരും വരായികകളെ കുറിച്ചുള്ള ഒരു പേടിയില്ല. സുബ്ഹാൻ. അപ്പോൾ വമാ കാനൂ ലിയുമിനൂ കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, ഇങ്ങനെ ഇതാണ് നാം മുജ്രിമുകൾക്ക് പ്രതിഫലം നൽകുക. ഈ നാശം എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അതിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പൂർണ്ണമായി ഉന്മൂലനം ചെയ്യപ്പെടുക. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കിയത് നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത, ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനത, സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനത, ഷുഐബ് നബി അലൈഹി സ്വലാമയുടെ ജനത, മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനത ഒരു പ്രത്യക്ഷത്തിൽ നശിപ്പിക്കപ്പെട്ടു. ചില ജനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായി പിടികൂടുകയാണ് ചെയ്യുക. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ ഓരോ കാലത്തും പ്രവാചകന്മാരുടെ കാലത്തുള്ള അനുയായികളാണല്ലോ മുഅ്മിനുകൾ. അവർ തങ്ങളുടെ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിന്ദ്യരും നിസ്സാരരുമായി മാറ്റും. ചിലപ്പോൾ നമുക്കിങ്ങനെ ആലോചിച്ചാൽ തോന്നും, അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ മുസ്ലിമീങ്ങൾക്ക് ഇന്ന്? എല്ലാ സ്ഥലത്തും അഭയാർത്ഥികൾ, എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുത്തപ്പെട്ടവർ, എല്ലാ സ്ഥലത്തും പീഡനം അനുഭവിക്കുന്നവർ ലോകതലത്തിൽ. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് രാജ്യമില്ല, ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് സമ്പത്തില്ല, ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് സൈന്യമില്ല, ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് ജനസമ്പത്തില്ലേ, അതുണ്ട്. പക്ഷെ എന്നാലും പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒന്നുകിൽ ആഭ്യന്തര സംഘർഷം, അല്ലെങ്കിൽ ആഭ്യന്തര തരത്തിൽ പീഡനങ്ങൾ ഓരോ രാജ്യത്തും എടുത്തു നോക്കിയാൽ നമ്മുടെയും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ മധ്യപൗരസ്ഥ ദേശങ്ങളിലെ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും താല്പര്യങ്ങൾ പൂർത്തീകരിക്കാത്തതിന് എന്ന് ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് പോകും. പിന്നെ ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാലം വരും ശത്രുക്കൾ, മൃഗങ്ങൾ, ചെന്നായ്ക്കൾ ഭക്ഷണത്തിലേക്ക് കൈനീട്ടി വലിക്കുന്നത് പോലെ അല്ലേ, കടിപിടി കൂടി നിങ്ങളെ എല്ലാവരും കൂടെ പിടിച്ച് വലിക്കുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ പദങ്ങൾ ഇപ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഒരു കാലം എല്ലാവരും കൂടി മുസ്ലിമീങ്ങളെ പിച്ച് ചീറ്റുന്ന, ഉപദ്രവിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, അതും ഒരു തരത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമോ ശിക്ഷയോ ഒക്കെ തന്നെയാണ്. അള്ളാഹുവിനോട് നമ്മൾ കാവലിന് ചോദിക്കണം. ഓരോ രാജ്യത്തും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മുസ്ലിങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതൊന്നുമല്ല. എന്നാൽ ഇതൊക്കെ മറികടന്ന് മുസ്ലിമീങ്ങൾ നിലനിൽക്കൂല, ഇൻഷാ അല്ലാഹ് നിലനിൽക്കും. അള്ളാഹു എൻ്റെ നീതി നിലനിർത്തും, അതിനുള്ള സംവിധാനവും ചെയ്യുകയും ചെയ്യും. ഇത് വേറൊരു വിഷയമാണ്. അപ്പോൾ കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീങ്ങൾക്ക് നമ്മളിങ്ങനെ പ്രതിഫലം നൽകും. എന്തായിരുന്നാലും മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ ലോകാവസ്ഥയിലുള്ള സ്ഥിതിഗതികൾ നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം, അള്ളാഹുവിനോട് രക്ഷ തേടണം. സുമ്മ ജഅൽനാക്കും, പിന്നെ നാം നിങ്ങളെ, ആരെ, ഖുറൈശികളെ ഖലീഫമാരാക്കി. ഖലീഫാനെ രണ്ടർത്ഥം ഉണ്ടല്ലോ, ഒന്ന് പ്രതിനിധിയാണ്, ഒന്ന് പിൻഗാമികളാണ്. ആ തലമുറയ്ക്കു ശേഷം അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുക്കേണ്ടത് ഇനി നിങ്ങളാണ് ഖുറൈശികളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓതിക്കേൾപ്പിക്കാൻ, നമ്മളവിടെ ഓതിക്കേൾപ്പിക്കുമ്പോൾ നമ്മൾക്കും ബാധകമാണ്. സുമ്മ ജഅൽനാക്കും, ജഅല എന്നുള്ളത് ശേഷം വരുന്ന പദത്തിനോട് ചേർന്നുകൊണ്ട് സാന്ദർഭികമായ അർത്ഥമാണ് കിട്ടുക. അതാണ് സുമ്മ ജഅൽനാക്കും, നാം നിങ്ങളെ നിശ്ചയിച്ചു. ഖലായിഫ ഫിൽ അർദ്, ഖലീഫ അതിൻ്റെ ബഹുവചനം ഖുലഫാ എന്നും വരും, ഖലായിഫ് എന്നും വരും, പിൻഗാമികൾ. ആ തലമുറക്ക് ശേഷം ഇപ്പം നിങ്ങളാണ് അവരുടെ പിൻഗാമികളായിക്കൊണ്ട് ഇക്കാര്യം ഏറ്റെടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വാഹകരാകേണ്ടത് നിങ്ങളാണ് ഖുറൈശികളെ എന്നാണ് ഓലോട് നേരെ പറയുന്നത്. ഫിൽ അർളി, ഭൂമിയിൽ ഇനി നിങ്ങളാണ് അത് ഏറ്റെടുക്കേണ്ടത്. മിൻ ബഅദിഹിം, അവർക്ക് ശേഷം. ലിനൻദുറ, എന്നിട്ട് നമ്മൾ നിരീക്ഷിക്കും, നമ്മൾ നോക്കും. കൈഫ തഅമലു, നിങ്ങളെങ്ങനെ ചെയ്യുന്നത് എന്ന്. നിങ്ങൾ അവരുടെ നിലപാട് തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളീ നശിപ്പിക്കും. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വർഗത്തോട് പ്രത്യേക വെറുപ്പോ പ്രത്യേക മമതയോ ഇല്ലല്ലോ. അവനോട് ഭക്തി പുലർത്തുന്ന, അവൻ്റെ ഇബാദുകളായി മാറുന്നവരോട് സ്നേഹം. അല്ല അവനെ ഉപദ്രവിക്കുന്നത് ഇന്ന ജനങ്ങളാണ്, അവന് ദോഷം വരുത്തുക. ദോഷം വരുത്തുക എന്നാൽ അള്ളാഹുവിനെ നിഷേധിക്കുക, തള്ളിക്കളയുക.
അത് ഇന്നവരാണെന്ന് വെച്ചാൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് ദയാദാക്ഷിണ്യൊന്നും ഉണ്ടാവുകയില്ല. ലി നന്ദുറ കൈഫ തഅമലു, നമ്മൾ തോന്നുന്നുണ്ടല്ലോ ലി നന്ദുറ, നാം നിരീക്ഷിക്കുന്നതിന് വേണ്ടി, കൈഫ എങ്ങനെയാണ് തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നമ്മളോടും കൂടിയുള്ള ഒരു ആഹ്വാനമാണ് എന്ന് നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിതം എന്നുകൂടെ നിരീക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കും. വലഖദ് അഹ്ലക്നാ അൽ ഖുറൂന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് തലമുറകളെ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ലമ്മ വലമു, അവർ അക്രമം ചെയ്തപ്പോൾ. വജാഅത്ഹും റുസുലുഹും, അവർക്ക് അവരുടെ ദൂതന്മാർ വന്നു. ബിൽ ബയ്യിനാത്തി, സ്പഷ്ടമായ തെളിവുകളുമായിട്ട്. വമാ കാനൂ ലിയുമിനൂ, അവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല. കദാലിക നജ്സി അൽ ഖൗമൽ മുജ്രിമീൻ, അപ്രകാരം നാം കുറ്റവാളികളായ ജനതക്ക് പ്രതിഫലം നൽകും. സുമ്മ ജഅൽനാക്കും ഖലായിഫ ഫിൽ അർളി, പിന്നെ നാം നിങ്ങളെ ഭൂമിയിലെ അവർക്ക് മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ഭൂമിയിൽ പ്രതിനിധികളാക്കി, അല്ലെങ്കിൽ ഭൂമിയിലെ പിൻഗാമികളാക്കി. ലിനൻദുറ, നാം നിരീക്ഷിക്കുന്നതിന് വേണ്ടി, കൈഫ തഅമലൂ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നിരീക്ഷണത്തിൽ ഏറ്റവും മുഅ്മിനുകളായ, മുസ്ലിമീകളായ, മുത്തഖീകളായ, മുഹ്സിനീങ്ങളായവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അത്തരത്തിൽ ഇഖ്ലാസോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ ദീനിൽ നിലകൊള്ളാൻ നമുക്കും നമ്മുടെ തലമുറകൾക്കും, നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കുട്ടികൾക്ക്, നമ്മളോട് പ്രാർത്ഥനയ്ക്ക് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.